ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പുതിയ വിഭവം ഉണ്ടാക്കാമേ. നമുക്ക് ഇന്ന് പച്ചമത്തി ഉപയോഗിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം, മീൻ ചമ്മന്തി. സാധാരണ നമ്മൾ ഉണക്കമീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷെ പച്ചമീൻ ചമ്മന്തി ഉണ്ടാക്കാം. അത് പച്ചമത്തി വറുത്തിട്ട് നമ്മൾക്ക് അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം. അത് നമുക്കിപ്പോ ചെറിയ മത്തിയാണ് സാധാരണ കിട്ടുന്നത് അല്ലെ. അപ്പൊ ചെറിയ മത്തി വറുത്താൽ കൊള്ളില്ല, പക്ഷെ നമുക്കത് വറുത്ത് ചതച്ചെടുക്കാം. ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തി ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് വറക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ കൂട്ടി വെള്ളവും ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കാം. അതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കണം. അപ്പൊ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മത്തി ഇട്ടൊന്ന് വറുത്തെടുക്കാമേ. അപ്പൊ ഇത് ഉണക്കമീൻ ഉണക്കമീൻ ചമ്മന്തിയുടെ രുചിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണക്കമീൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഉണക്കമീൻ കൊള്ളത്തില്ലെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണക്കമീൻ ചമ്മന്തിയുടെ ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ മത്തി വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. ഇനി ഒരു അരമുറി തേങ്ങ ചെറുകിലെടുത്ത് വെക്കുക. കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളകും കുറച്ച് വാളൻപുളിയും എടുത്ത് വെക്കണം. അതിനുശേഷം മത്തി ആ ഒരു മുള്ളിനകത്തൊന്ന് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. മുള്ളൊക്കെ മാറ്റിക്കളയുക. അതിനുശേഷം നമുക്കൊരു പൊടിക്കുന്ന മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ മത്തി ഒരു വട്ടം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്കും പൊടിഞ്ഞു കിട്ടും. അത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ ഞാൻ മത്തി ചതച്ചത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഒരുമിച്ച് എല്ലാം കൂടെ ചതയ്ക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ചതയാതെ വരും. ഇനി നമുക്ക് ആ പുളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു വട്ടം കറക്കാൻ മതി. അത് ചതച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ആ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തോണേ. അപ്പൊ ഇത്രയും എല്ലാം എടുത്തു കഴിഞ്ഞു. ഒന്നുകിൽ ഇതിന്റെ കൂടെ ഉപ്പിട്ട് ഇളക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ചതച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുക്കാം. ഉപ്പ് നമ്മൾ നോക്കണം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അത് എന്നിട്ട് നമ്മൾ നേരത്തെ മത്തി വറുത്ത പാനിലേക്ക് തന്നെ ഇട്ടേച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതൊരു പാകം നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് അതെല്ലാം കൂടെ ആ പച്ചമണം മാറുന്ന ഒരു പാകം വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മത്തി ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചോറിന്റെ കൂടെ നല്ല ചൂടോടുകൂടി ഉപയോഗിക്കാം. നമ്മൾ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. Audio Jungle.